കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ സമാധാനപരമായിട്ട് നടന്നു. 2 സീറ്റിൽ എതിർ സ്ഥാനാർത്ഥികൾ പോലും ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ധീര സഖാക്കൾ വമ്പിച്ച വിജയം നേടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പേര് എതിരില്ലാതെ ജയിച്ചു. ബാക്കിയുള്ളവർക്ക് എതിരുണ്ടായിരുന്നു. എതിരുണ്ടായിട്ടും ജയിച്ചു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇവിടെ 103 കോടി രൂപയുടെ കളവ് നടന്നു എന്ന് സഹകരണ വകുപ്പ് പറഞ്ഞു. അതെല്ലാം 300 കോടിയാണ് മുക്കിയത് എന്ന് മാധ്യമങ്ങൾ പറയും. ഏതായാലും കോടാനുകോടി രൂപകൾ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. ആരുടെ പൈസയാണ് നഷ്ടപ്പെട്ടത്? സാധാരണക്കാരുടെ പണമാണ് പോയത്. ഇടപാടുകാരുടെ പണമാണ് പോയത്. സഹകാരികളുടെ പണമാണ് പോയത്. ആരാണ് പണം ഓട്ടിച്ചത് സഖാക്കളാണ്. ഭരണസമിതി അംഗങ്ങളും ബാങ്കിലെ ചില പ്രധാനപ്പെട്ട ജീവനക്കാരും ചേർന്ന ഒരു കോക്കസാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസുണ്ട്, സഹകരണ രജിസ്ട്രാറുടെ അന്വേഷണമുണ്ട്, 65 എൻക്വയറിയുണ്ട്, 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷനുണ്ട്, പിന്നെ വേണമെങ്കിൽ സർചാർജ് ചെയ്യാനുള്ള സംഗതികളുണ്ട്, പലതുമുണ്ട്. ചില പ്രതികളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭരണസമിതി അംഗങ്ങളാണ്, വനിതാ മെമ്പർമാർ, ഈ ഹരിജൻ മെമ്പർമാർ, ഇവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാർട്ടിയുടെ 1-2 സഖാക്കളെ അറസ്റ്റ് ചെയ്തു എന്ന് വെച്ചോളൂ. പക്ഷേ പ്രധാന പ്രതികളൊക്കെ നെഞ്ചി പിരിച്ച് നാട്ടിലിങ്ങനെ നടക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ടവർ തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ചികിത്സയ്ക്ക് പണം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. മരണാനന്തര ചടങ്ങുകൾക്ക് പൈസ കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ സഹകാരികളായിട്ട് ഈ കരുവന്നൂർ ബാങ്കിലുണ്ട്. കരുവന്നൂർ എന്ന വാക്ക് തന്നെ സഹകരണ മേഖലയിലെ കൊള്ളയുടെ, കൊള്ളിവെപ്പിൻ്റെ, പിടിച്ചുപറിയുടെ സമൂലം മുക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട്, പ്രതിരൂപമായിട്ട് മാറിക്കഴിഞ്ഞു. വേറെ ഏത് കോപ്പറേറ്റീവ് ബാങ്കിൽ എന്ത് തട്ടിപ്പെടുന്ന ആൾക്കാർ പറയും അവിടെ കരുവന്നൂരാണ് എന്ന് പറയും. അത്രയും കുപ്രസിദ്ധി നേടിയ സ്ഥലത്ത് ഇതാ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ്. കാര്യം ശരിയാണ്, ബാങ്കിലെ മെമ്പർമാർ ബഹുഭൂരിപക്ഷം CPM-കാരും ബാക്കി CPI-കാരുമാണ്. കോൺഗ്രസ്സുകാർക്കോ ലീഗുകാർക്കോ BJP-ക്കാർക്കോ ഒന്നും അങ്ങനെ പരമാവധി ഇവർ മെമ്പർഷിപ്പ് കൊടുക്കാറില്ല. കൊടുത്താൽ തന്നെ അവരുടെ എണ്ണം പണ്ടേതെങ്കിലും കാലത്ത് ചേർന്ന ആളുകളായിരിക്കും. അവരുടെ എണ്ണം വളരെ പരിമിതമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ജയിക്കില്ല. മിക്കവാറും മത്സരിക്കാൻ തന്നെ സാധ്യതയില്ല. പക്ഷേ ഇത് പുറമെ കൊടുക്കുന്ന ചിത്രം എന്താണ്? ഇത്ര വലിയ കൊള്ള നടന്ന, ഇത്ര വലിയ പിടിച്ചുപറി നടന്ന, ശബരിമലയ്ക്ക് മുമ്പ് 1ാം പിണറായി സർക്കാരിന് വലിയ സൽപ്പേരുണ്ടാക്കി കൊടുത്ത മഹാസംഭവമായ കരുവന്നൂർ ബാങ്ക് കൊള്ളക്കേസിലെ പ്രതികളോട്, അല്ലെങ്കിൽ പ്രതികളെ സംരക്ഷിക്കുന്ന പാർട്ടിയോട് മഹാന്മാരായ സഹകാരികൾ ക്ഷമിച്ചിരിക്കുന്നു. ഈ വിജയത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതുവരെ ഉണ്ടായ സകല കളങ്കവും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനകീയമായ അംഗീകാരം ലഭിച്ചിരിക്കുന്നു, സഹകാരികളുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു, നിക്ഷേപകരുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ അല്ലെങ്കിൽ പണ്ടത്തേക്കാൾ നന്നായിട്ട് കവർച്ച നടത്താനുള്ള ഒരു അവസരമാണ് കരഗതമായിരിക്കുന്നത്. ഞങ്ങൾ ഇനിയും കക്കും, ഞങ്ങൾ ഇനിയും മൂക്കും. നിങ്ങൾക്കെന്താ കോൺഗ്രസ്? ഞങ്ങളുടെ കാശ് ഞങ്ങൾ കട്ടാൽ നിങ്ങൾക്കെന്താ കോൺഗ്രസ്? നിങ്ങൾക്കെന്താ BJP? നിങ്ങൾക്കെന്താ ലീഗ് എന്ന് ചോദിക്കാം. പിന്നെ സുരേഷ് ഗോപി കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂർക്ക് പദയാത്ര നടത്തേണ്ടി വരും. പ്രധാനമന്ത്രി തൃശ്ശൂർ വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കുമ്പോൾ BJP-ക്ക് ഒരു അവസരം നൽകിയാൽ ഞങ്ങൾ ബാങ്ക് കൊള്ളക്കാരെ പിടികൂടും എന്ന് പ്രഖ്യാപിക്കാം. VD സതീശനും അതേ രീതിയിൽ തന്നെ പ്രഖ്യാപിക്കാം. പക്ഷേ അതിനപ്പുറത്ത് കരുവന്നൂർ പോലെയുള്ള കളവ്, കരുവന്നൂർ പോലെയുള്ള കൊള്ള, സഹകരണ മേഖലയുടെ തന്നെ മൊത്തം പ്രതിച്ഛായ നഷ്ടപ്പെടുത്തിയ ഇതുപോലെയുള്ള വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ അതെങ്ങനെ തടയും? എങ്ങനെ അപരാധികൾ, കളങ്കിതരായ വ്യക്തികൾ വീണ്ടും വീണ്ടും മത്സരിക്കുന്ന, വീണ്ടും ജയിക്കുന്ന, വീണ്ടും വീണ്ടും വോട്ടിക്കാൻ അവസരം നൽകുന്ന സംവിധാനം മാറും എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ സുധീരം മത്സരിച്ച, വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിച്ച, എതിരില്ലാതെയും ജയിച്ച ധീര സഖാക്കളെ ഹാർദമായി അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പരിശ്രമം പണ്ടത്തെ പോലെ അല്ലെങ്കിൽ പണ്ടത്തേക്കാൾ നന്നായി തുടരുക. കരുവന്നൂർ ബാങ്കിൽ എന്തെങ്കിലും പൈസ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവനും നക്കി തുടച്ച് വൃത്തിയാക്കി നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് പോവുക. നിങ്ങൾക്ക് ശേഷം കരുവന്നൂർ ബാങ്ക് തന്നെ ഇല്ലാതാവട്ടെ. കരുവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം തന്നെ ഇല്ലാതായാലും നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവിധ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ധീര സഖാക്കൾക്കും ലാൽ സലാം, അഭിവാദ്യങ്ങൾ. നമ്മുടെ പരിശ്രമത്തിൽ യാതൊരു കുറവ് സംഭവിക്കരുത്, ഒരു പൈസ പോലും ബാക്കി വച്ചേക്കരുത് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, ആഹ്വാനം ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ലാൽ സലാം.